ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തലക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് എടപ്പാളിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. എടപ്പാൾ വേറെ ജില്ലയാണെങ്കിലും ഇവിടെ തലക്കശ്ശേരി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് റാഷിദ് എന്ന് പറഞ്ഞ ബ്രോൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടി ഒരു വീഡിയോ എടുത്തിരുന്നു. പക്ഷേ കല്യാണമൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ വീഡിയോ ഒന്ന് എടുക്കുക എന്നുള്ള രീതിക്ക് വന്നതാണ്. റാഷിദിന് നടക്കാനാണ് ബുദ്ധിമുട്ട്, പക്ഷേ വാക്കർ ഉപയോഗിച്ച് നടക്കും. ഇവിടെ വീട്ടിലിരുന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ആൾ സ്മാർട്ടാണ്. ഇതാ അപ്പോൾ ഇവരുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ പിന്നെ താൽക്കാലിക ഇപ്പോൾ ഇത് തറവാട് വീടാണ്. ഒരു വേറെ വീട് താഴത്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇവർ വാടകയ്ക്ക് കൊടുത്ത വീടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ സ്ഥലം തന്നെയാണ്. ഇതൊക്കെ താഴത്തോല് പുതുതായിട്ട് എടുക്കുന്ന വീടൊന്ന് കാണിച്ചു തരാം. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ചെറിയ രീതിയിൽ അങ്ങ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഏകദേശം ഇതാ ഈ രൂപത്തിലായി കിട്ടുക വീടിൻ്റെ പണി. ഇതാണ് വീട്, ഇതാണ് കേട്ടോ. നല്ല വ്യൂ ആണല്ലേ റോഡ് സൈഡിൽ നിന്ന് തന്നെ. ഇതാണ് ഇതിൽ പണി നടക്കുന്ന വീട്. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ റാഷിദ്. വാക്കർ ഉപയോഗിച്ച് നടന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നടക്കുകയും കാര്യങ്ങൾ ചെയ്യും. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഒന്ന് ചെറിയൊരു അത് സ്വയം തന്നെ ചെയ്യും കേട്ടോ. ആരെയും സഹായം കാര്യങ്ങളൊന്നും വേണ്ട. അവൻ്റെ എല്ലാ കാര്യങ്ങളും സ്വയം തന്നെ ചെയ്യുന്നതാണ്. വീട്ടിൽ നിന്ന് വർക്കും ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് കേട്ടോ. ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സൊക്കെ പഠിക്കുന്നുണ്ട്. മനക്കുണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം റാഷിദ്? അപ്പോൾ ഇത് റാഷിദിൻ്റെ ഉപ്പയാണ്. എന്നാൽ ഉപ്പ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. റാഷി ഇരുന്നോ. റാഷി മെലിഞ്ഞുവല്ലോ, ഇപ്പം അടിപൊളിയായിക്കേ. കഴിഞ്ഞതിന് കുറച്ചുകൂടി തടിയൊക്കെ ഉണ്ടായില്ല. ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിയാ? അതാ നല്ല ഓവർ തടിയില്ലാത്തതാ നല്ല അല്ലേ? അതെ. ഉപ്പാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കോളുകൾ വന്നില്ലേനോ? വളരെ കുറച്ച് കോളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പറ്റിയ അനുയോജ്യമായൊന്നും വന്നില്ല അല്ലേ? നമ്മൾ കുറെ ആദ്യം എടുത്താണല്ലോ. അതെ, അത് കുറെ മുമ്പ് എടുത്തതാ. തുടങ്ങിയ ഉടനെ അല്ല അത് എടുത്തത്. അതെ 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 അതെ, ഒരു 1.5 കൊല്ലം മുന്നാണ്. അതെ. അപ്പോൾ റാഷിദിന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. നടക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? കാലിന് മാത്രം അല്ലേ? കൈക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. കൈക്കൊന്നും ബുദ്ധിമുട്ടില്ല. അതെ. എഴുതുമ്പോ ചെറിയൊരു ബലം പിടുത്തം കൈക്കുണ്ട്. അതിന്റെ അനുസരിച്ചിട്ട് എഴുത്ത് കുറച്ച് ക്ലിയർ കുറവായി. എന്നിട്ട് മൊബൈലും കമ്പ്യൂട്ടറും വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മൾ ഈ ബുക്കിൽ എഴുതുമ്പോഴേ ചെറിയൊരു ഇതുണ്ടാവും. കമ്പ്യൂട്ടറിലൊക്കെ പിന്നെ എന്ത് വർക്കാ ചെയ്യുന്നത്? ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ വർക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ വർക്കുകളൊക്കെ ചെയ്യാറില്ലേ? ചെറിയ വർക്ക് ചെയ്യും. അത് പുറത്തേക്ക് സെയിലായിട്ട് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് എത്ര മക്കളാ? 4 ആള്, 3 പെണ്ണും ഒരാണോ. റാഷിദ് ആണ് ആൺകുട്ടിയായിട്ടുള്ളത് അല്ലേ? അതെ. താഴെ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ താഴെ വരെയുള്ള സ്ഥലമൊക്കെ നിങ്ങൾ തന്നെയാ? അതെ. അപ്പോൾ റാഷിദിന്റെ ജോലി നമ്മളെ ജീവിക്കാനുള്ള ഇതൊന്നും ആയിട്ട് ബന്ധമില്ല അല്ലേ? നമുക്ക് തീർച്ചയായും. എങ്കിലും ഓൻ്റെതായ രീതിക്ക് ഓനൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, നല്ല പിന്നെ ടാലന്റ് ഉള്ളതാണ്. അപ്പോൾ എങ്ങനത്തെ വർക്കൊക്കെയാ ചെയ്യല്? അതെ. മൊബൈലിലൊക്കെ വരുന്ന പരസ്യങ്ങളുണ്ടല്ലോ. അതെ. പല വാട്സപ്പിൽ വരുന്ന. അതെ. അത് പീസ് വർക്കായിട്ട് ചെയ്യാ. ഇങ്ങനെ ഓരോരുത്തര് പേജ് സൈസ് തരും. അല്ല, ഓരോരുത്തരും മാറ്റർ തരും. പിന്നെ പേജും സൈസൊക്കെ നമ്മൾ കണക്കാക്കണം. അപ്പൊ ഇതിന്റെ പേജ് സൈസൊക്കെ നമ്മൾ കണക്കാക്കിയിട്ട് ഇതൊരു മാറ്റർ ആണല്ലോ, ഒരാൾ മരണപ്പെട്ട മാറ്റർ ആണല്ലോ, ആ മാറ്റർ മാത്രമേ കസ്റ്റമർ തരുള്ളൂ. ബാക്കി നമ്മൾ ഐഡിയ പരമായിട്ട് ചെയ്ത് ഭംഗിയിലാക്കി കൊടുക്കലാണ് നമ്മളുടെ ഡ്യൂട്ടി. റാഷിക്ക് എത്ര വയസ്സേനു ആയത്? 32. റാഷി എത്ര വരെയാ പഠിച്ചേ? ഞാൻ +2 ആണ് ബേസിക് പഠിച്ചത്. +2 വരെയാ പഠിച്ചല്ലേ? +2 വരെ പഠിച്ചു. കണ്ണട വെച്ച് എന്തേ കാഴ്ചക്ക് പ്രശ്നം ഉണ്ടോ? ലോങ് സൈറ്റും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്.
ലോങ് സൈറ്റ് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ആ ആ ആ ആ. ഉപ്പ ആദ്യം ഗൾഫിലായിരുന്നോ? ആ കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ആ. ഇപ്പൊ നാട്ടിലായിട്ട് 30 കൊല്ലായി. 30 കൊല്ലമായി നാട്ടിലല്ലേ? നാട്ടിലായിട്ട്. അത് ശരിയാ. ഇക്കാക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അവൻ്റെ കച്ചവടം ഉണ്ട്. കച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എന്ത് കച്ചവടാ? ആഗ്രി. ആ, നിങ്ങളെ സ്ഥലത്ത് സ്ക്രാപ്പിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് അല്ലേ? അത് ശരി. പിന്നെ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല നമുക്ക് ദൂരം എവിടെയാലും കുഴപ്പമില്ല. ഇവിടെ വന്ന് നിൽക്കുന്ന ആളാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. അതെ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ല. കൈകാര്യം ചെയ്യാനും ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ലാത്തതൊക്കെ നോക്കാം. ചെറിയ കാലിനൊരു കൊച്ചലോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ അത് നോക്കാം. ബുദ്ധിപരമായിട്ടുള്ളത് വേണ്ട. പുറത്തേക്കൊക്കെ ഞങ്ങള് പോകുമ്പോ വണ്ടി വിളിച്ച് പോകാലോ അല്ലേ? റാഷിദിന് വണ്ടി ഓടിക്കയില്ലല്ലോ? വണ്ടി ഓടിക്കലില്ല. ആ ആ ആ ആ. അതെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? വേറെ ഇവിടെ കുടുംബം നന്നായിട്ട് നോക്കാനോ പറ്റിയ നന്നായിട്ട് ഒത്തൊരുമിച്ച് പോകുന്ന നല്ല ഈ ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാടൊക്കെ ഉള്ള നല്ല ദീനിയായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. റാഷിദിന് 32 വയസ്സായി. ഇനിയിപ്പോൾ 32 വയസ്സായ ആളായാലും നമുക്ക് കുഴപ്പമില്ല. 32 വയസ്സായത് 32 വരെ നമുക്ക് നോക്കാം അല്ലേ? മാക്സിമം. റാഷിദ് നിക്കാഹ് കഴിഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ, അതെന്തേ കാരണം? അത് നിക്കാഹ് കഴിഞ്ഞ് ഒഴിവാകാൻ കാരണം ആ കുട്ടിക്ക് ലേശം മാനസിക വിഷമമുള്ള കുട്ടിയായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉറക്കമൊന്നുമില്ല. അങ്ങോട്ടും കൊണ്ട് ഓടി കളിക്കലായ കാരണം അന്ന് തന്നെ രാത്രിക്ക് തന്നെ അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആ ആ ആ ആ. അത് ശരി. അത് കുറേ ആയോ? അത് 1.5 വർഷം. ആ, അത് ശരി. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിക്കുള്ളതൊന്നും വേണ്ടെന്ന് പറയാനുള്ള കാരണം. അതൊന്നും തന്നെ നമുക്ക് അങ്ങനെ പറ്റിയതല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും പക്വതയുള്ള ചെറിയ ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമല്ല. നല്ല സ്മാർട്ടായിട്ടുള്ള നല്ലൊരു കുട്ടി മുമ്പോട്ട് വരട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും ഞങ്ങളെ വിറ്റേ കാലം വരെ കൈകാര്യം ചെയ്യാനൊക്കെ കൂടിയിട്ട് ഒരു കഴിവുള്ള ഒരു കുട്ടിയാണ് ആയിരിക്കേണ്ടത്. അതിന് കയ്യിനും കാലിനും എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് വിരോധമില്ല. അതെ അതെ, ബുദ്ധിപരമായിട്ട് നല്ല കഴിവുള്ള ആളാവണം. അതെ. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്ത്. പട്ടിത്തറ പഞ്ചായത്ത് തലക്കശ്ശേരി അല്ലേ? തീർത്താല മണ്ഡലത്തില് പാലക്കാട് ജില്ലയില് തീർത്താല മണ്ഡലത്തിൽ പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസ്. അതെ, തലക്കശ്ശേരി എന്നാണ് ഇവിടേക്ക് പറയാം. പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്താണ് വീട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, റാഷിദിന് അനുയോജ്യമായിട്ടുള്ള ഒരു വധുവിനെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നല്ലൊരു മോളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ താഴെ കാണിച്ച വീടൊക്കെ റാഷിദിന് വേണ്ടി തന്നെ ഇവർ എടുക്കുന്ന വീട് കാര്യങ്ങളൊക്കെയാണ്. സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ല. ഇപ്പോൾ റാഷിദിൻ്റെ ഇപ്പം കുറച്ച് ജോലിയൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെ പട്ടിണിയാകുന്ന സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു ഫാമിലിയാണ്. ഈ ഫാമിലീനെ ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടീനെയാണ് വേണ്ടത്. ചെറിയ ചില ബുദ്ധിമുട്ടൊന്നും നമുക്കിട്ട് വിഷയമില്ല, പക്ഷേ ബുദ്ധിപരമായിട്ട് ഷാർപ്പായിരിക്കണം. കാരണം ഇവരുടെ കാര്യങ്ങളെല്ലാം ഉപ്പാൻ്റെമാരൊക്കെ കാലശേഷം റാഷിദിനൊരു താങ്ങായിട്ടും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനൊക്കെ ആ ഒരു മോളാണല്ലോ വേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ആലോചനകൾ വരട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവരെ വിളിച്ച് ചോദിക്കുക. പിന്നെ അനാവശ്യമായിട്ടും കളിയാക്കുന്ന രീതിയിലും വെറുതെ വിളിക്കരുത്. അതിൻ്റെ കാരണം ഒരിക്കലും നിങ്ങൾ ഞങ്ങൾ വീഡിയോ കണ്ട് വിളിക്കുന്ന അല്ല ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വെറുതെയുള്ള വിളികളുണ്ടല്ലോ, അത് ഒഴിവാക്കുക. ആവശ്യമുള്ള ഇപ്പോൾ കല്യാണം നോക്കുന്ന ജെനുവിനായിട്ടുള്ള ആളുകൾ വിളിക്കുക, എന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞിട്ട് റെഡിയാവില്ല എന്നാണ് സോറി, അത് നമുക്ക് റെഡിയാവില്ല എന്ന് തുറന്ന് പറയുക. വെറുതെ ഇവർക്ക് നമുക്ക് വിളിച്ചാൽ ഫോൺ എടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നോക്കാം അടുത്ത ആഴ്ച പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത്. കാരണം ഓരോ കോളും വരുന്നവർക്കൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഈ ഉപ്പ എന്ന് പറഞ്ഞാൽ മോൻ്റെ കല്യാണത്തിന് വേണ്ടി അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു ഉപ്പയാണ്. എന്നാൽ നമ്മൾ വീഡിയോ പരമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി ആ ഒരു സമയത്ത് വിളിച്ച് വീഡിയോ എടുത്ത് ഒരുപാട് പ്രതീക്ഷയോടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷേ കല്യാണം റെഡിയായില്ല. പിന്നെ ഈ ഉപ്പ ഇപ്പോൾ രണ്ടാമത് ചെയ്യാനും വിളിച്ച്. അപ്പോൾ അത്രയും കൊല്ലമായിട്ട് പോലെ ഒരു ആകെയുള്ളൊരു മോനല്ലേ. അപ്പോൾ ഓനക്കൊരു നല്ലൊരു വധു വരിക എന്നുള്ളതും ഇവിടെ ഇവർക്കൊരു സന്തോഷമാണത്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വേദന എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ജെനുവിനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലോ എവിടെയാണെങ്കിലും റാഷിദിന് പറ്റിയൊരു വധുവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരോടുള്ള റിക്വസ്റ്റാണ്. സ്മാർട്ടാണ് ഓന്. കുറച്ചുകൂടി ഒരു പാർട്ട്ണറൊക്കെ വന്നാൽ ചെറിയൊരു പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു ഷോപ്പ് ആണെങ്കിൽ വരെ നമുക്ക് ഇടാം. അല്ലെ വർക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ഡെവലപ്പൊക്കെ ചെയ്യുക, ഒരു സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരാളുണ്ടെങ്കിൽ അവൻ അടിപൊളിയായിട്ട് വർക്കെല്ലാം ചെയ്യുന്ന കഴിവുള്ള മോനാണ് കേട്ടോ.
അപ്പോൾ അവൻ്റെ കഴിവൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം, അങ്ങനത്തെ ഒരു, കാരണം അറിയാലോ ആത്മാർത്ഥമുള്ള സ്നേഹമായിരിക്കും ഇവരതൊക്കെ കേട്ടോ. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ നമ്മൾ സ്വീകരിച്ചാൽ ഓലിക്ക് നമ്മളായിരിക്കും ഓളുടെ ഉലകം എന്ന് പറയുന്നത്, ഓളുടെ ലോകം. അപ്പോൾ നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക, എല്ലാവരോടുള്ള റിക്വസ്റ്റാണ്. ഓക്കെ.